ഒരു വള്ളംകളി വിശേഷങ്ങളിലേക്ക് പോകാം. വള്ളംകളി എന്ന് പറയുമ്പോൾ ജൽസി ഈ നെഹ്റു ട്രോഫി പോലെ വലിയ വള്ളങ്ങളുടെ ഒരു കളിയാണെന്ന് പ്രതീക്ഷിക്കുന്നത്. ഞങ്ങളുടെ ചാലിയാർ നമുക്ക് കഴിയാവുന്ന രീതിയിലുള്ള ഒരു വള്ളംകളി. ഒരു ചെറിയ വള്ളംകളിയാണോ? ഓക്കെ. ഫറൂഖ്, ചാലിയാർ പുഴയെ ആവേശക്കടലിലാക്കിയ ചാമ്പ്യൻസ് ബോട്ട് ലീഗ് വള്ളംകളിക്ക് ആവേശകരമായ സമാപനം. കാസർഗോഡ്, കണ്ണൂർ ജില്ലകളിൽ നിന്നെത്തിയ ചുരുളൻ വള്ളങ്ങളുടെ ആവേശപ്പോരിൽ അഴീക്കോടൻ അച്ചാം തുരുത്തി ചാമ്പ്യന്മാരായി. ഫറൂഖ്, പഴയ പാലത്തിലും പരിസര പ്രദേശങ്ങളിലും തിങ്ങി നിറഞ്ഞ കാണികളെ സാക്ഷിയാക്കി മന്ത്രി PA മുഹമ്മദ് റിയാസാണ് മത്സരം ഫ്ലാഗ് ഓഫ് ചെയ്തത്. കാസർഗോഡ്, കണ്ണൂർ ജില്ലകളിൽ നിന്നായെത്തിയ മലബാറിന്റെ സ്വന്തം ചുരുളൻ വള്ളങ്ങൾ ഓളങ്ങളിൽ തീ പടർത്തിയപ്പോൾ ചാലിയാറിന്റെ ചരിത്രത്തിലെ മനോഹരമായൊരു അധ്യായം അവിടെ എഴുതി ചേർക്കപ്പെടുകയായിരുന്നു. ടൂറിസം മന്ത്രി PA മുഹമ്മദ് റിയാസ് ഫ്ലാഗ് ഓഫ് ചെയ്തതോടെ മത്സരങ്ങൾക്ക് തുടക്കമായി. മലബാറിലെ ടൂറിസത്തിന് ഏറെ പ്രചരണം വരാൻ ഈ CBL മലബാറിലെ കൂടി വടക്കൻ ജില്ലകളിലെ കൂടി കൊണ്ടുവരാനുള്ള തീരുമാനമാണ് കൈക്കൊണ്ടത്. നല്ല നിലയിൽ ജനങ്ങളത് ഏറ്റെടുത്തു, ജനങ്ങൾ പൊതുവെ സ്വീകരിച്ചിട്ടുണ്ട്. മത്സരങ്ങളുടെ ഇടവേളകളിൽ സംഘാടകർ ശ്രദ്ധാപൂർവ്വം സമന്വയിപ്പിച്ച കലാപരിപാടികൾ കായിക ആവേശത്തിനൊപ്പം കലയുടെ സൗന്ദര്യവും കാണികളിലേക്ക് എത്തിച്ചു. ജലജെറ്റിന്റെ സഹായത്തോടെ വെള്ളത്തിൽ നിന്ന് പറന്നുയരുകയും അക്രോബാറ്റിക് അഭ്യാസങ്ങൾ കാണിക്കുകയും ചെയ്ത ഫ്ലൈബോർഡ് അഭ്യാസി കാഴ്ചവെച്ച അഭ്യാസ പ്രകടനങ്ങളാണ് ചാലിയാറിൽ ആദ്യം കാണികളുടെ മനം കവർന്നത്. കലാവിരുന്നുകൾക്ക് ശേഷം തുഴച്ചിൽ സംഘങ്ങൾ തമ്മിലുള്ള പോരാട്ടം അതിന്റെ പാരമ്യത്തിലെത്തി. ഒഴുക്കിനെതിരെ തുഴയെറിഞ്ഞ് വെള്ളം കുത്തിയൊലിപ്പിച്ച് ഫിനിഷിംഗ് ലൈനിലേക്ക് കുതിച്ച വള്ളങ്ങളുടെ വാശിയേറിയ മത്സരത്തിനൊടുവിൽ അഴീക്കോടൻ അച്ചാം തുരുത്തി ജലരാജാക്കന്മാരായി. ടീമാണെല്ലാം ഞങ്ങൾ ടീം ഒരാൾ വിചാരിച്ച നടക്കത്തില്ല. ഞങ്ങൾ ടീമിൽ വള്ളത്തിൽ തുഴയുന്ന ഒന്നാം തുഴയോട്ട് അമരം നിൽക്കുന്ന ആൾക്കാർ ഒത്തൊരുമയോട് കൂടി അതിശക്തമായിട്ട് തന്നെ ചെയ്തുകൊണ്ടാണ് ഞങ്ങൾക്ക് ഈ വിജയം നേടാൻ സാധിച്ചത്. ടെലിവിഷനിൽ മാത്രം കണ്ടിരുന്ന ജലോത്സവങ്ങൾ തങ്ങളുടെ നാട്ടിലും വിരുന്നെത്തിയതിന്റെ ആവേശത്തിലായിരുന്നു നാട്ടുകാരും. പൊതുവിൽ ഈ ഭാഗത്ത് കാണാത്തൊരു സംവിധാനമാണുള്ളത്. ഞാൻ വള്ളംകളി എന്ന് പറഞ്ഞാൽ കുട്ടനാട്ടിലൊക്കെ അവിടെ കാണുന്നതാണ്. അതിനുകൊണ്ട് ഇവിടെ നേരിട്ട് കാണുമ്പോൾ ആവേശം ഇങ്ങനെ കൂടി വരും. അടിപൊളി. ഇനി ഫസ്റ്റ് ടൈമാണ് ഫ്രണ്ട്സ് എല്ലാവരും കൂടെ വരുന്നത്. പിന്നെ ആദ്യം ഞാൻ കറക്കി കുത്തി പറഞ്ഞു പച്ചയാണ് ജയിക്കാന്ന്. പച്ച തന്നെ ജയിച്ച് അതിൽ നല്ല സന്തോഷമുണ്ട്. പിന്നെ എല്ലാവരും കൂടി ആവേശം താക്കിയപ്പോൾ ഞങ്ങൾക്ക് നല്ല കയറി. അടിപൊളിയായിരുന്നു. ഷോർ പരിപാടി നമുക്ക് കാണാൻ ഒരു നല്ല സൗകര്യം കിട്ടി. ഇത് കുട്ടനാട്ടിലൊക്കെ നടക്കുന്ന കാര്യമല്ലേ, നമുക്കൊന്ന് കാണാൻ കഴിയില്ല. അയൽ ജില്ലകളിലെ ചുരുളൻ വള്ളങ്ങൾ പങ്കെടുത്ത ഈ ചാമ്പ്യൻസ് ബോട്ട് ലീഗ് മത്സരം മലബാറിന്റെ തനത് കായിക പാരമ്പര്യത്തെയും സാംസ്കാരിക വൈവിധ്യത്തെയും ഒരുപോലെ ഉയർത്തിക്കാട്ടി. ക്യാമറ പേഴ്സൺ ജയ്സൽ ബാബു പിലാശ്ശേരിക്കൊപ്പം T. അനീസ് അലി, മീഡിയ 1, കോഴിക്കോട്.